ട്രംപ് ഭരണത്തിൽ വന്നതോടുകൂടി എന്തായിരിക്കും സ്വർണത്തിൻ്റെ വിലയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റം? സ്വർണത്തിൻ്റെ വിപണിയെ ട്രംപിൻ്റെ ഭരണകാലം എങ്ങനെ സ്വാധീനിക്കും? ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. ഈ ഒരുപാട് പേരെ എന്ന് പറയുമ്പോൾ ഇൻഇക്വാളിറ്റി ഇന്ത്യയിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ്. ഈ ഉള്ളവരുടെ മനസ്സിലും ഇല്ലാത്തവരുടെ മനസ്സിലും ഈ ഭയമുണ്ട്. സ്വർണ്ണ വിപണി എങ്ങനെയായിരിക്കും എന്ന ഭയം. എന്തുകൊണ്ടാണ് ഇല്ലാത്തവരുടെ മനസ്സിൽ ഈ ഭയം വരുന്നത്? കാരണം ഒരു പെൺതരി ഉണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിച്ചയക്കാനായിട്ട് സ്വർണം വാങ്ങണം. വലിയ 59,000 60,000. ഓർമ്മിക്കണം, ഒരു 10 കൊല്ലം മുമ്പ് 25,000 രൂപയിൽ നിന്ന സ്വർണമാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട 59,000 രൂപയിലേക്കും 60,000 മുകളിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുതിച്ചു ചാടുന്ന സ്വർണ്ണ വില സ്വന്തം മോളുടെ നേരെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെയാണ് പേരൻസ് ഇരിക്കുക. എന്തായിരിക്കും സ്വർണത്തിന് ഇനി വരാൻ പോകുന്ന വില? എൻ്റെ കുട്ടിക്ക് കല്യാണം കഴിച്ചു വിടാൻ നേരത്ത് പാതാതികേശം പൊന്നിൽ മുക്കി വിടാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു പെൺകുട്ടിയെയും പൊന്നിൽ മുക്കി നിങ്ങൾ വിടേണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ വിജ്ഞാനത്തിൽ മുക്കി കല്യാണം കഴിച്ചയക്കുക. കല്യാണം കഴിച്ചയക്കുകയോ കല്യാണം കഴിക്കാതെ അയക്കുകയോ ചെയ്യുക. പക്ഷെ അവളെ വിജ്ഞാനത്തിൽ മുക്കുക. വിജ്ഞാനം എന്ന ധനം മാത്രമാണ് ആർക്കും മോഷണം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തത്. വിജ്ഞാനത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നത് എന്താണെന്നറിയാമോ? വലത് കൈയിൽ ഐശ്വര്യവും ഇടത് കൈയിൽ ധനവും ദീർഘായുസ്സും കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ വിജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഒരു വശത്തുണ്ട്, മറു സൈഡിൽ ധനമുണ്ട്, ആയുർ ദൈർഘ്യമുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ മുഹമ്മദ് നബിയുടെ എടുത്ത് നോക്കുക. അതായത് ശൈശവത്തിൽ മുതൽ ശവമഞ്ചം വരെയും നിങ്ങൾ വിജ്ഞാനം തേടുക എന്നാണ് നബി വചനം. അതൊക്കെ ചിന്തിക്കണം. അതുപോലെ ഭഗവത്ഗീത എടുക്കുക. ഭഗവത്ഗീതയുടെ ആദ്യ അന്തം വിജ്ഞാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് സ്വർണത്തെ പറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ സ്വർണം ഇല്ലല്ലോ, എൻ്റെ കുട്ടിയെ എങ്ങനെ കെട്ടിച്ചയക്കും, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഒരു മാതാപിതാക്കളും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കുട്ടിക്ക് കൊടുക്കേണ്ട ധനം ഏതാണ്? യഥാർത്ഥ ധനം വിദ്യാധനം സർവധനാൽ പ്രധാനം. കുമാരനാശാൻ പാടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതും ഭഗവത്ഗീതയെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ആ ധനം കൊടുത്ത് നിങ്ങൾ മക്കളെ വളർത്തിയെടുക്കുക. അതിലെങ്ങനെ പരിപോഷിപ്പിക്കപ്പെടുന്നുവോ അത്ര കണ്ട് അവർ ജീവിതത്തിൽ വിജയികളായിത്തീരും. അല്ലാതെ സ്വർണത്തിൽ പാതാതികേശം സ്വർണത്തിൽ മുക്കുന്നത് ആരാണെന്നറിയാമോ? അഡ്വർടൈസ്മെന്റ്, സ്വർണ്ണ വ്യാപാരികൾ. അവർക്ക് എത്രയും കൂടുതൽ സ്വർണം വിറ്റ് കിട്ടണം. അങ്ങനെ വിറ്റ് കിട്ടാനുള്ള എല്ലാ മായാജാലങ്ങളും അവർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പാതാതികേശം സ്വർണത്തിൽ പൊതിഞ്ഞ് പെൺകുട്ടികളെ നമ്മുടെ മുമ്പിലേക്ക് അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന് വിടുന്നത്. അത് നമ്മളെ ഒരുപാട് കുടുംബങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട്. പെൺകുട്ടി വേണോ എന്ന് പോലും ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ട് ഈ പറയപ്പെട്ട. അതായത് ഒരു പെൺകുട്ടി ഉണ്ടായാൽ ഈ 60,000 രൂപ ഒരു പവൻ സ്വർണത്തിന് വിലയുള്ളപ്പോൾ 125 ഗ്രാം സ്വർണം, ഒരു കിലോ സ്വർണം മേടിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ? അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ തലകറക്കം വരും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ സ്വർണം എന്തുകൊണ്ടാണ് സ്വർണം ഇത്ര മൂല്യവത്തായിരിക്കുന്നത്, ഇത്ര ഹരം പിടിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് മാതാപിതാക്കളിൽ ഭീതി ഉണർത്തുന്നത്? എന്തുകൊണ്ടാണ് ഇത് ധനികരിൽ വലിയ സന്തോഷവും പ്രത്യാശയും സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വർണ്ണ വ്യാപാരികൾ കൂടുതൽ ധനം സംഭരിച്ചുകൊണ്ട് വലിയ ധനികരായി മുകളിലേക്ക് പോകുന്നത്? വേറെ കാരണങ്ങളൊന്നുമില്ല. ഏത് സാധനത്തിൻ്റെയും മൂല്യം താഴേക്ക് പോകാം, ഡോളർ അടക്കം. പക്ഷേ സ്വർണത്തിൻ്റെ മൂല്യം അതായത് പെട്ടെന്ന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു വർഷത്തെ ആകെ വളർച്ചയെടുത്താൽ തീർച്ചയായിട്ടും ആ വർഷാരംഭത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിരിക്കും സ്വർണത്തിൻ്റെ വില. അതാണ് അവസ്ഥ. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, 1972 ഞാൻ ജോലിയിൽ കയറുന്ന സമയത്ത് ഒരു പവൻ സ്വർണത്തിന്
120 രൂപ വിലയുള്ളൂ. 120 രൂപ. ഇപ്പോൾ 59,000 രൂപയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്വർണത്തിൻ്റെ വിലയിൽ വരാകുന്ന ആ വ്യത്യാസം, കയറ്റ് ഇറക്കം, ഒരുപാട് കയറ്റിറക്കങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സ്വർണത്തിൻ്റെ വിലയിൽ. ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുമുണ്ട്, നിങ്ങൾ സ്വർണത്തോട് ഒരിക്കലും ഒരു ക്രേസ് കാണിക്കരുത് എന്ന്. അത്യാവശ്യം മിനിമം സ്വർണം എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമുക്ക് പൈസയ്ക്ക് ഒരു മുട്ട് വന്നാൽ, പെട്ടെന്നൊരാവശ്യം വന്നാൽ കയ്യിൽ ഇത്തിരി സ്വർണം ഉണ്ടെങ്കിൽ ആ സ്വർണം കൊണ്ടുവന്ന് പണയം വെച്ചാൽ നമുക്ക് പൈസ കിട്ടും. അതേ സമയത്ത് കുറച്ച് ഭൂമിയുണ്ട്, അത് വിറ്റ് ആശുപത്രി ചെലവ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ആൾ മരിക്കാനുള്ളത് മരിക്കും, ആശുപത്രി ചെലവ് അത് കഴിഞ്ഞ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സ്വർണത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം. സ്വർണത്തിൻ്റെ മൂല്യം താഴേക്ക് പോകില്ല. അതായത് പെട്ടെന്ന് ഇത്തിരി കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം, പക്ഷേ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ 72 വെറും 120 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്ന ആ പവനാണ് ഇപ്പോൾ 59,000 60,000 രൂപയിൽ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ മൂല്യം കുറയില്ല, കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം ഇങ്ങനെ മൂല്യം കൂടുന്നു എന്നതുകൊണ്ട് തന്നെ അതിസമ്പന്നർ എന്ത് ചെയ്യും? അവരുടെ സമ്പത്ത്, അതായത് ഭൂമിയായിട്ടില്ല ഒക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭൂമിയാണെങ്കിൽ പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നാൽ അത് പണമാക്കി മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് വിറ്റിട്ട് വേണം അതിനെ പണമാക്കി മാറ്റാൻ. അതേ സമയത്ത് സ്വർണമാണ്, ലോക്കറിലിരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലെ പെട്ടിയിലിരിക്കുകയാണ്, കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ചു, പെട്ടെന്ന് തന്നെ ക്യാഷ് കിട്ടും. അത് കൊണ്ട് ബാങ്കിൽ പോകുന്ന താമസമേ ഉള്ളൂ ക്യാഷ് ആക്കാൻ, അതായത് പണമാക്കി മാറ്റാൻ. അപ്പോൾ എപ്പോഴും പണമാക്കി മാറ്റാൻ ഏറ്റവും എളുപ്പമുള്ള, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലിക്വിഡിറ്റി, പണമാണ് ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ്. പണം തന്നെ ലിക്വിഡ് അസറ്റ്, ഏറ്റവും ലിക്വിഡ്. കാരണം അതാണല്ലോ നമ്മൾ കൊടുക്കൽ വാങ്ങലുകളിൽ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് പണമാണ്. അതുകൊണ്ടാണ് അതാണ് മോസ്റ്റ് ലിക്വിഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വർണമാണ്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ മക്കൾക്ക് സ്വർണം കൊടുക്കുന്നത്. അത് അങ്ങനെ സ്വർണം കൊടുക്കുന്നത് കുറഞ്ഞു പോയി കൂടിപ്പോയി എന്ന് പറഞ്ഞ് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക്, അങ്ങനെ ആർത്തി ഉള്ള കുടുംബങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും പെൺകുട്ടികളെ പറഞ്ഞയക്കരുത്. അവർക്ക് വേണ്ടത് സ്വർണമാണ്, അല്ലാണ്ട് പെൺകുട്ടിയല്ല. പെൺകുട്ടി എത്ര വലിയ അസറ്റാണ്. പെൺകുട്ടിയുടെ, അതായത് വെറും പുറം മോടി മാത്രമാണ് ഈ സ്വർണം എന്ന് അവരും നിങ്ങളും മനസ്സിലാക്കണം. പെൺകുട്ടിയാണ് അസറ്റ്. ആ പെൺകുട്ടിയുടെ ക്വാളിറ്റി, ആ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. അതിനിപ്പോൾ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വരൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വരണ്ട കുടുംബമാണ്. വരൻ്റെ കുടുംബം എന്ന് പറയുന്നത് വരണ്ട മരുഭൂമിയാണ്. അവിടെ സ്നേഹപ്രവാഹമില്ല. അവിടേക്ക് നിങ്ങളുടെ മകളെ അയക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ ഈ സ്വർണത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് അതിൻ്റെ ലിക്വിഡിറ്റി, അതിനെ പണമാക്കി മാറ്റാൻ എളുപ്പമാണ്. മൂല്യം എപ്പോഴും കാത്തു സൂക്ഷിക്കും, അതേ സമയത്ത് എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാം. ഇതാണ് സ്വർണത്തിൻ്റെ പ്രസക്തി. അപ്പൊ ഈ ട്രംപ് വന്നതുകൊണ്ട് സ്വർണത്തിന് എന്താ സംഭവിക്കുക? ട്രംപിന്റെ ഭരണം വന്നതിനേക്കാൾ ഉപരി ജിയോ പൊളിറ്റിക്കലായിട്ട് നോക്കിയ, അതായത് ആഗോള തലത്തിൽ നമ്മൾ നോക്കിയ ചില മാറ്റങ്ങളൊക്കെ, ട്രംപ് ഭരണം ഏറ്റെടുത്തത് 20-ാം തീയതിയാണ്. ഈ 19-ാം തീയതി, അതായത് 19-ാം തീയതി തന്നെ ട്രംപിന്റെ മുൻഗാമി സ്ഥാനത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ ചില ട്രീറ്റുകളൊക്കെ ആഗോള തലത്തിൽ നടന്നു. അതായത് ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അവർ തമ്മിൽ ഒരു ട്രീറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വ്ളാഡിമിർ പുതിനും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധത്തിനും ഒരു ശമനം വളരെ കുറച്ച് നാളായിട്ട് കാണുന്നു. അപ്പം അങ്ങനെ ആ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന മാറ്റം, അതൊക്കെ സ്വർണത്തിൻ്റെ വിലയെ നിയന്ത്രിച്ചു നിർത്താൻ, അതായത് പൊങ്ങിപ്പോകാതെ എന്നാൽ താഴേക്ക് അധികം പോകാതെയും നിയന്ത്രിച്ചു നിർത്താൻ സഹായകമായ ഒരു കൺജീനിയലായിട്ടുള്ള സാഹചര്യം, ചേരുന്ന സാഹചര്യം എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ട്രംപ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. ഈ അടുത്ത കാലത്ത് ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുൻപ്, ഈവൻ ട്രംപിന്റെ വിജയം വരുന്നതിന് മുൻപ് തന്നെ ആഗോളതലത്തിൽ, അതായത് ഡോളറിന് പകരം രാജ്യങ്ങളെല്ലാം ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡോളർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഡോളറിന്റെ
പ്രസക്തി, ഡോളറിന്റെ വാല്യൂ എപ്പോഴും ഉയർന്നിരിക്കാൻ കാരണം. അപ്പൊ ഈ ഡോളറിന് കൊടുക്കുന്ന പ്രാധാന്യം കുറച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ജപ്പാനുമായിട്ട് ഒരു കയറ്റിറക്ക് നടത്തുകയാണെങ്കിൽ അത് ജപ്പാന്റെ യെന്നിൽ തന്നെ ആവട്ടെ, ഡോളറിൽ വേണ്ട. ആ രീതിയിൽ ഇപ്പൊ സൗദി അറേബ്യയുമായിട്ടാണെങ്കിൽ അവരുടെ കറൻസിയിൽ തന്നെ കൊടുക്കൽ വാങ്ങൽ, അങ്ങനെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ അവനവന്റെ കറൻസിയിൽ തന്നെ ആക്കിക്കൂടെ എന്ന ഒരു ചിന്ത, അങ്ങനെ ആക്കണം. അങ്ങനെ ആകുമ്പോഴേക്കും ഈ ഡോളർ 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 എന്ന് പറഞ്ഞുള്ള ഓട്ടം കുറയ്ക്കാം. അമേരിക്കയുടെ തന്നെ മേൽക്കൈ ഒരു ക്ഷീണം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത. കാരണം ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പൊ ഈ കൂട്ടായ്മകളിൽ പലയിടത്തും അങ്ങനെയുള്ള ചിന്തകൾ ഉടലെടുത്ത് ഇരിക്കുമ്പോഴാണ് ട്രംപ് വിജയിക്കുന്നത്. ട്രംപ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഫസ്റ്റ്, അതുപോലെ തന്നെ ഡോളർ ഫസ്റ്റ്. ഡോളറിന് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ നമുക്ക് കണ്ടറിയാം. ഡോളറിൽ നടത്തിക്കൊണ്ടിരുന്ന കറൻസി വാങ്ങൽ വിൽപ്പനകളെല്ലാം ഡോളറിൽ തന്നെ നടത്തണം. അല്ലാത്ത പക്ഷം അതിൽ നിന്ന് പിന്മാറുന്ന രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി ചുങ്കമായിട്ടും അങ്ങനെ പല തരത്തിലും ഞാൻ ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡോളറിന്റെ പ്രസക്തി കുറയില്ല എന്നർത്ഥം. ഡോളറിന്റെ പ്രസക്തി കുറയില്ല, ഡോളർ പിടിച്ചു നിൽക്കും എന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വിലയിൽ വലിയ തോതിൽ കയറ്റമുണ്ടാകില്ല ട്രംപിന്റെ ഭരണം ഇതുപോലെ പോകുന്ന അവസരത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വർണത്തിൽ തന്നെ ഇനിയും നിക്ഷേപിക്കാം എന്ന് ധരിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡോളറിൽ നിക്ഷേപിക്കാം. കാരണം ഡോളറിൽ നിക്ഷേപിച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഡോളറിൽ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് മറ്റ് കറൻസികളിൽ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം ഇപ്പോൾ ഫെഡറൽ റിസർവ് സിസ്റ്റം എന്താണ് ചെയ്തിരിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 വട്ടം വർദ്ധിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ശേഷമാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം അവരുടെ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 പ്രാവശ്യം വർദ്ധിപ്പിച്ചത്. ഇനിയും അത് വർദ്ധിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട്. വർദ്ധിപ്പിച്ചത് ട്രംപ് ജയിച്ചത് കൊണ്ട് മാത്രമല്ല, നേരത്തെ അവിടെ നിലനിന്നിരുന്ന ഒരു ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ഒക്കെ മറികടന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു വളർച്ചയുടെ സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന് വെച്ചാൽ കാലം പൂർത്തിയാക്കി രമിക്കുന്ന ബൈഡന്റെ കാലത്ത് തന്നെ അവിടുത്തെ വളർച്ച മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തി. അവരുടെ വിലക്കയറ്റമൊക്കെ നിയന്ത്രിതമായി. അങ്ങനെ ഒരു വളരെ നല്ല ആരോഗ്യകരമായ രീതിയിൽ എത്തിയ ഒരു ഇക്കോണമിയുടെ ചുക്കാനാണ് ബൈഡൻ ട്രംപിന് കൈമാറിയത്. അപ്പം ബൈഡൻ ട്രംപിന് കൈമാറുമ്പോഴേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഇനിയും ഒട്ടും മോശമാകാതെ സ്റ്റേബിളായിട്ട് നിർത്താനുള്ള താല്പര്യം തന്നെയായിരിക്കും ട്രംപ് കാണിക്കുന്നത്. കാരണം ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായിട്ട് നടക്കുന്ന ഒരു ഡംബുകാരനാണ്. അത് കാരണം കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വർണത്തിൻ്റെ വില കാര്യമായ രീതിയിൽ വർദ്ധിക്കാൻ ഇടയില്ലെന്ന് മാത്രമല്ല, ഒരു പക്ഷേ 40,000 രൂപയിലേക്കോ ഒക്കെ താഴ്ന്നേക്കാനും, ഘട്ടം ഘട്ടമായി 40,000 രൂപയിലേക്കോ ഒക്കെ താഴ്ന്നേക്കാനും സാധ്യതയുണ്ട്. അതിലും താഴെ പോകുമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതിന് ആഗോള സിറ്റുവേഷനിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാവണം. അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു 40,000-ലേക്കൊക്കെ സ്വർണത്തിൻ്റെ വില താഴ്ന്നേക്കാൻ സാധ്യതയുണ്ട്. അത് ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, US ഡോളറും ഇന്ത്യൻ കറൻസിയും തമ്മിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യ ഡോളറുമായിട്ട് താരതമ്യം 2.5% മൂല്യ ശോഷണമാണ് ഇന്ത്യൻ കറൻസിക്ക് വന്നിരിക്കുന്നത്. 2.5% മൂല്യ ശോഷണമാണ് ഇന്ത്യൻ കറൻസിക്ക് ഡോളറുമായിട്ടുള്ള താരതമ്യത്തിൽ വന്നിരിക്കുന്നത്. അത് ട്രംപ് വന്നത് കൊണ്ട് മാത്രമല്ല, ബൈഡൻ ഉള്ളപ്പോൾ തന്നെ. ബൈഡൻ 19-ാം തീയതി അല്ലേ സ്ഥാനത്തിൽ നിന്ന് മാറുന്നത്, 20-ാം തീയതിയാണല്ലോ ട്രംപ് വരുന്നത്. അപ്പൊ അതിനു മുൻപ് തന്നെ ഈ മാറ്റം ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഡോളർ സ്റ്റേബിളായിട്ടിരിക്കുകയാണ്. ഡോളർ സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ് മറ്റ് രാജ്യങ്ങളെ ഡോളറിലേക്കുള്ള എക്സ്ചേഞ്ച് ഒക്കെ മാറ്റും, മറ്റു കറൻസികളിലേക്ക് ആക്കും എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന് ആ തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ട്രംപിനും അമേരിക്കൻ സമ്പദ്ഘടനയെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നേരെ നയിക്കാൻ പറ്റും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസ വാറൊക്കെ നിന്നിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും പുതുതായിട്ട് വാർ തുടക്കിയില്ലെങ്കിൽ ട്രംപ് കൊണ്ടുവരുന്ന പോളിസി ചേഞ്ചസ്, അതായത് അവിടെ തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അതായത് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക,
അങ്ങനെയൊക്കെയുള്ള പല പോളിസീസും ട്രംപ് കൊണ്ടുവരുന്നുണ്ട്. ആ പോളിസീസൊക്കെ തന്നെ, അതായത് എണ്ണ ഉൽപ്പാദനം അവിടെ വർദ്ധിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് എണ്ണ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരില്ല, അവരുടെ ആവശ്യത്തിന് എണ്ണ ഉണ്ടെന്നർത്ഥം. അപ്പോഴും ഡോളർ സ്ട്രോങ് ആകുന്നു. അങ്ങനെ ഡോളറിനെ സ്ട്രോങ് ആക്കത്തക്ക രീതിയിലുള്ള നടപടികളുമായിട്ട് ഭീഷണിപ്പെടുത്തലും ഒക്കെ ആയിട്ട് ട്രംപ് മുന്നോട്ട് പോകും. അപ്പോൾ ഡോളർ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു എങ്കിൽ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും സ്വർണത്തിനും വലിയ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത കുറവാണ്. അത് ഡോളർ ചാഞ്ചാടുമ്പോഴാണ് സ്വർണവും മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ചാഞ്ചാട്ടം തുടരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് ഒരു ആത്മപരിശോധന ചെയ്യുക. എന്നിട്ട് ഇനി 5 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കുട്ടിയെ കല്യാണം കഴിച്ചയക്കണം, അപ്പോഴേക്കും സ്വർണം മേടിച്ചാൽ മതിയെന്ന്, ഇപ്പോഴത്തേക്കാൾ വിലയിൽ കുറച്ച് കിട്ടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.